മലപ്പുറം കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് വിൽപ്പനക്കായി എത്തിച്ച 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പട്ടാമ്പി ഒറ്റപ്പാലം സ്വദേശികളായ 2 പേരെയാണ് കാടാമ്പുഴ പോലീസ് പിടികൂടിയത്. കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് വിൽപ്പനക്കായി എത്തിച്ചതായിരുന്നു കഞ്ചാവ്. ഓട്ടോയിലാണ് സംഘം കഞ്ചാവ് വിൽപ്പനക്കായി കൊണ്ടുവന്നത്. വൈരങ്കോട് വലിയ തീയാട്ട് ഉത്സവത്തിന്റെ മറവിലായിരുന്നു കഞ്ചാവ് വിൽപ്പന എന്നാണ് പോലീസ് കരുതുന്നത്. പാലക്കാട് തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി സൻഫീർ, പാലക്കാട് ആനമങ്ങാട് സ്വദേശി അബ്ദുൽ ഹാരിസ് എന്നിവരാണ് കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ സൻഫീർ 8ഓളം കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ചെറിയ തോതിൽ കഞ്ചാവ് വിൽപ്പന പിടിക്കാറുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ ആദ്യമാണെന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഡിറ്റക്ഷൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഓരോ മുക്കും മൂലയിലും, അതായത് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാവരുടെയും വിശദമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കുന്നതും അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ശക്തമായ നടപടികൾ കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. ഇതിൽ 2 പ്രതികളാണ് ഉള്ളത്. ഒന്ന് ഷൻഫീറും ഒന്ന് അബ്ദുൽ ഹാരിസും. 2 പേരും പാലക്കാട്ടുകാരാണ്. ഒരാൾ പട്ടാമ്പിക്കാരനും ഒരാൾ ഒറ്റപ്പാലംകാരനാണ്. അതിൽ ഷൻഫീറിന് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ 8ഓളം കേസുകളുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും ഇതുപോലെയുള്ള നടപടികൾ ശക്തമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളത് അറിയിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.